പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ രൂക്ഷമായി തുടരുന്ന പശ്ചാത്തലത്തിൽ ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ സമുദ്ര എണ്ണക്കടത്തു പാതയായ ഹൊർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തിൽ നിലനിൽക്കുന്ന അതീവ ഗുരുതരമായ അനിശ്ചിതത്വം ആഗോള വിപണികളെയും നയതന്ത്ര കേന്ദ്രങ്ങളെയും ഒരുപോലെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. ഫെബ്രുവരിയിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ശക്തമായ വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെയാണ് മേഖലയിൽ സംഘർഷം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചതും. ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഹൊർമൂസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര ചരക്ക് എണ്ണക്കപ്പൽ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുത്തിക്കൊണ്ട് സമുദ്രപാത അടച്ചുപൂട്ടിയതും. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 25%, ദ്രവീകൃത പ്രകൃതിവാതക വിതരണത്തിന്റെ 20% കടന്നുപോകുന്ന ഈ നിർണായക സമുദ്ര ഇടനാഴി അടയ്ക്കപ്പെട്ടതോടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഊർജ പ്രതിസന്ധിയാണ് ലോകം അഭിമുഖീകരിക്കുന്നത്. ഹൊർമൂസ് പാതയിലൂടെയുള്ള ചരക്ക് നീക്കം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി നേരിട്ടുള്ള യാതൊരു ചർച്ചകൾക്കും ഇനി പ്രസക്തിയില്ലെന്ന കർക്കശമായ നിലപാട് വ്യക്തമാക്കുകയും ചർച്ചകളുടെ കാലാവധി നീട്ടി നൽകാൻ വിസമ്മതിക്കുകയും ചെയ്ത അനിശ്ചിതത്വം ഇരട്ടിയാക്കി. എന്നാൽ അമേരിക്ക തങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന കടുത്ത സാമ്പത്തിക വ്യാപാര ഉപരോധങ്ങൾ പൂർണ്ണമായും പിൻവലിച്ചാൽ മാത്രമേ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് ഹൊർമൂസിലൂടെ സുരക്ഷിതമായി സഞ്ചരിക്കാനുള്ള അനുമതി നൽകുകയുള്ളൂ എന്ന നിലപാടിൽ ടെഹ്റാൻ ഉറച്ചു നിൽക്കുകയാണ്. ഈ തർക്കം പരിഹാരമില്ലാതെ നീളുന്നതോടെ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവിലയിൽ വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ആഗോള എണ്ണ മാനദണ്ഡമായ ബ്രെന്റ് ക്രൂഡ് ബാരലിന് $91 മറികടക്കുകയും വിതരണ തടസ്സങ്ങൾ കൂടുതൽ നീണ്ടുപോയാൽ വില മുൻപത്തെ റെക്കോർഡുകളിലേക്ക് കുതിച്ചുയരുമെന്ന ഭീതി പടർത്തുകയും ചെയ്തിട്ടുണ്ട്. പേർഷ്യൻ ഗൾഫിലൂടെയുള്ള എണ്ണക്കടത്ത് പൂർണ്ണമായി സ്തംഭിച്ചേക്കാമെന്ന അടിയന്തര സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഗൾഫ് മേഖലയിലെ പ്രമുഖ ഉൽപാദകരായ സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഗൾഫിന് പുറത്തുള്ള അതീവ സുരക്ഷിത കേന്ദ്രങ്ങളിൽ തങ്ങളുടെ എണ്ണ സംഭരണ ശേഷി വിപുലീകരിക്കാനുള്ള ബൃഹത് പദ്ധതികൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഏഷ്യൻ വിപണികളിലേക്കുള്ള വിതരണം സുഗമമാക്കുന്നതിനായി ജപ്പാനിലുള്ള തങ്ങളുടെ വാണിജ്യ തന്ത്രപ്രധാന എണ്ണശേഖരം 10 ഇരട്ടിയായി വർദ്ധിപ്പിക്കാനുള്ള സജീവ നീക്കങ്ങൾ ഇരു രാജ്യങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. മറുവശത്ത് അടഞ്ഞുകിടക്കുന്ന ഹൊർമൂസ് കടലിടുക്ക് തുറക്കുന്നതിനായുള്ള സമാന്തര നയതന്ത്ര നീക്കങ്ങളിൽ അമേരിക്കയും അയൽ രാജ്യമായ ഒമാനും ഇറാനുമായി പ്രത്യേകം കൂടിയാലോചനകൾ നടത്തിവരികയായിരുന്നു. ഹൊർമൂസുമായി ഉഭയകക്ഷി ധാരണയിലെത്താനുള്ള നിർണായക ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്ന് ഇറാനിയൻ ഉന്നത വൃത്തങ്ങൾ സൂചിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്കയുടെ തന്ത്രപ്രധാന സഖ്യകക്ഷി കൂടിയായ ഒമാനെതിരെ പോലും അപ്രതീക്ഷിതവും ശക്തവുമായ മുന്നറിയിപ്പുമായി പ്രസിഡന്റ് ട്രംപ് രംഗത്തെത്തിയത്. ഹൊർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായി ബന്ധപ്പെട്ട് ഒമാൻ ഇറാനുമായി ഉണ്ടാക്കുന്ന വ്യവസ്ഥകൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ താൽപര്യങ്ങൾക്കും സുരക്ഷാ നയങ്ങൾക്കും വിരുദ്ധമാണെങ്കിൽ ഒമാനെതിരെ നേരിട്ട് സൈനിക വ്യോമാക്രമണം നടത്തുമെന്ന ട്രംപിന്റെ പരസ്യ പ്രസ്താവന മേഖലയിലെ നയതന്ത്ര സമവാക്യങ്ങളാകെ പിടിച്ചുലച്ചിരിക്കുകയാണ്. ഭൂമിശാസ്ത്രപരമായി ഹൊർമൂസ് കടലിടുക്കിന്റെ തെക്കൻ തീരവും തന്ത്രപ്രധാനമായ മുസന്തം ഉപദ്വീപും ഉൾപ്പെടുന്ന ഒമാൻ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ എക്കാലവും നിഷ്പക്ഷ നിലപാടും മധ്യസ്ഥ റോളുകളും സ്വീകരിക്കുന്ന രാജ്യമായിട്ടും നിലവിലെ പ്രതിസന്ധിക്കിടെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒന്നിലധികം തവണ ഒമാന് നേരെയും ചരക്കു നീക്കങ്ങൾക്ക് നേരെയും അപ്രതീക്ഷിത ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ചൈന, ഇന്ത്യ, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ പ്രധാന ഏഷ്യൻ സമ്പദ് വ്യവസ്ഥകൾ ഗൾഫ് എണ്ണയെ വലിയ തോതിൽ ആശ്രയിക്കുന്നതിനാൽ ഈ മേഖലയിലെ ഏത് തരത്തിലുള്ള സായുധ നീക്കവും ആഗോള പണപ്പെരുപ്പത്തിനും വിതരണ ശൃംഖലയുടെ തകർച്ചയ്ക്കും കാരണമായേക്കാം. ആഗോള എണ്ണ വിപണിയെയും വ്യോമസമുദ്ര സുരക്ഷയെയും സാരമായി ബാധിക്കുന്ന ഹൊർമൂസ് പ്രതിസന്ധി പരിഹരിക്കാൻ ഒമാൻ നടത്തുന്ന സങ്കീർണമായ മധ്യസ്ഥ ശ്രമങ്ങളും അതിന്മേൽ വാഷിംഗ്ടണും ടെഹ്റാനും സ്വീകരിക്കുന്ന കടുത്ത സൈനിക സാമ്പത്തിക നിലപാടുകളും വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയെ കൂടുതൽ പ്രവചനാതീതമായ വഴിത്തിരിവിലേക്കാണ് നയിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.